അല്ല, അന്വേഷണം വളരെ ഗൗരവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ചെന്നൈയിൽ പോയി സ്വർണം പൂശിയ സ്ഥാപനത്തിൽ പോയി റെയ്ഡ് ചെയ്തു. ഇന്ന് പിന്നെ മദ്രാസിൽ വിജയമല്യ സ്വർണം വാങ്ങിയ ജ്വല്ലറിയിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പരിശോധനയ്ക്കായി SIT പുറപ്പെടുന്നു. വളരെ ഗൗരവമായിട്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ SIT നടത്തുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. വസ്തുതാപരമായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും അതിലേക്ക് കടക്കുന്നതാണ്. എന്തായാലും അയാളെ ചോദ്യം ചെയ്യും. കർശനമായ ചോദ്യം ചെയ്യലിലൂടെ ഈ കൊള്ളയടി, ഈ കൊടും തീവട്ടിക്കൊള്ള പുറത്തു വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുവരെയുള്ള SITയുടെ നീക്കങ്ങളിൽ വളരെ സംതൃപ്തിയോടുകൂടി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു വിട്ടുവീഴ്ചയില്ലാതെ കൊണ്ട്, ഒരു സമ്മർദ്ദവും ഇല്ലാതെ കൊണ്ട് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാവുന്ന, അതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിൽ നടത്തിയിരിക്കുന്ന കൊടും കൊള്ളയാണ്. ഇന്നൊരു മാധ്യമത്തോട് നമ്മുടെ വാതിൽപ്പടി നിർമ്മിച്ച ശില്പി തന്നെ അതിലെ സംശയങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയ 42 കിലോ വെയിറ്റുള്ള വാതിൽപ്പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിന്റെ കണക്ക് പോലും, അതിന്റെ തൂക്കം പോലും നോക്കാതെ കണ്ട് അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ അത് അവിടെ ഘടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിന് കൃത്യമായിട്ട് അത് തൂക്കം നോക്കി അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം ചെയ്യണമെന്നുള്ള ഒരു നിലപാട് ശില്പിയും പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് SITയുടെ അന്വേഷണത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കും തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആരാണ് ഈ ബോർഡ് തെറ്റിയതെങ്കിൽ ബോർഡ് അംഗങ്ങളെയും ബോർഡിന്റെ മുൻ പ്രസിഡന്റിന് സഹിതമുള്ളവരെയും അവരുടെ സർവൈലൻസ് ആണ് ഇപ്പോഴെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ രീതിയിൽ പ്രതീക്ഷയോടെ അന്വേഷണം മുന്നോട്ട് പോകും. നമുക്ക് ഹോപ്പ് ദി ബെസ്റ്റ് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റും. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഈ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നതല്ലല്ലോ ഈ അന്വേഷണം. ഈ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ടല്ലോ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അവരെയൊക്കെ ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പിക്കാമല്ലോ അല്ലേ? 100%. അവരിൽ 9 പേരെ പ്രതി ചേർത്തല്ലോ. അവരുടെ SIT തന്നെ 9 പേരെ പ്രതി ചേർത്തിരിക്കുന്നു. കുറ്റപത്രത്തിൽ അവരുടെ 9 പേരുടെ പേരുണ്ട്. രണ്ട് ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരും 2 അംഗങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ കുറ്റപ്പറ്റ രീതിയിൽ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്ന നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഈ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം ഓൾറെഡി തന്നെ 3 ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷനിലേക്ക് പോയി. ബാക്കി റിട്ടയർ ചെയ്തോ അല്ലാത്തവരായിട്ട് ഉദ്യോഗസ്ഥന്മാരെ പ്രതി ചേർത്ത സ്ഥിതിക്ക് അവരെ ചോദ്യം ചെയ്യുന്നുള്ള ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അയാളിൽ ഒരുപാട് രഹസ്യങ്ങൾ അയാളിലുണ്ട്. അയാൾ ആ രഹസ്യങ്ങളും പേറിക്കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. അയാളുടെ ഒപ്പം അയാളെ സഹായിച്ചവർ, അയാൾ ഒറ്റയ്ക്കല്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. വൻ തോക്കുകളുണ്ടോ, ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് അതറിയാൻ കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നു. എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് SIT ഈ പറയുന്ന കള്ളത്തരങ്ങൾ കാണിച്ചവരെയും ഈ കൊള്ളയടിച്ചവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് 100% പ്രതീക്ഷിക്കാം. അതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.